ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ കൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓംകാര ബ്രഹ്മവിന്ദസ്തം ലോകാലോകപ്രവർത്തകം ശ്രീകൃഷ്ണ പരമാത്മാനം ഭഗവന്തം ഭജാമ്യഹം. ഹരി ഓം. ഹരേ കൃഷ്ണ. ശ്രീ പരീക്ഷത്തിന്റെ രാജ്യഭാരം നിർമ്മലൻ ഇന്ദ്രാത്മജ നന്ദനാത്മജൻ പിന്നെ ധർമ്മേണ ഭൂമണ്ഡലം രക്ഷിച്ചു വാഴും കാലം ദിഗ്വിജയത്തെ ചെയ്വതിനായിക്കൊണ്ട് സിംഹധ്വജയുക്തമാം മഹാരഥത്തിന്മേലെ നടക്കുമ്പോൾ സത്തുക്കൾ നാനാദിശി നിന്നു ശ്രീകൃഷ്ണോദന്തം മിശ്രമായിരിപ്പൂരു പാണ്ഡവചരിത്രങ്ങൾ സന്തോഷിച്ച് അനുഗ്രഹം ചെയ്ത് അവനീശൻ സഞ്ചരിച്ചിടും നേരം പൂർവവാഹിനിയായോ രഞ്ജിത സരസ്വതി തന്നുടെ തീരത്തിങ്കിൽ ചെന്ന് നിന്നളവ് തന്മുന്നിൽ ആമാറങ്ങു കാലൊന്നായി നിന്നൊരു പശുവോട് ഗോപൃഷോത്തമൻ ചോദിച്ചാൻ. പല പല ദുഃഖകാരണം പ്രതിപാദിച്ചാൻ. ഭവാൻ ചെന്നതൊക്കെയുണ്ടിപ്പോൾ എൻ്റെ ശോകത്തിൻ മൂലം അതിനോർത്തോളമാക്കതാരിൽ ശ്രീകൃഷ്ണ വിയോഗത്തെ സഹിച്ചുകൂടാ എന്ന് ഖേദിച്ചീ വണ്ണം പറഞ്ഞിടുന്ന പശുവിനെ ബാധിപ്പാനടുത്തൊരു ശൂദ്രാധിപതിയെയും ഭൂപതി പ്രവരൻ കണ്ട് അതിന് നേരെ ചെന്ന് ചാപത്തെ കുലച്ചു ചൊന്നാൻ. നീ നിൻ വേഷം കണ്ടാൽ രാജത്വം തോന്നും, കർമാരംഭം കണ്ടോളം മനോവ്യാജത്വം ചേർന്ന ഹീനജാതിത്വത്തെയും തോന്നും. ശ്രീകൃഷ്ണാർജുനന്മാരാം ദിവ്യന്മാർ നിത്യം സർവശോകത്യാഗാർത്ഥം രക്ഷിച്ചിടുന്ന രാജ്യത്തിങ്കിൽ ഞാനിപ്പോൾ ഒരു നാഥൻ ബാലനെന്നിരിക്കലും മാനിച്ചീവണ്ണം സാധുദ്വേഷത്തിനൊരുമ്പെട്ട നിന്നെ കൊന്ന് അധർമ്മത്തെ നീക്കുവാൻ മതിയെന്ന് ചൊന്നവൻ പിന്നെ പശുമിഥുനത്തോടു ചൊന്നാൻ. നിങ്ങളാരിരുവരും എന്തിനായി ഇവനിങ്ങി വന്നുടൻ ഉപദ്രവിച്ചിടുവാൻ തുടങ്ങുന്നു? ചൊന്നാലും പരമാർത്ഥം എന്നോട് മടിയാതെ നിർമ്മതം ചെയ്യുവാൻ ഒരുമ്പെട്ടു വന്നെടുത്തവൻ ദേവേന്ദ്രൻ ത്രിഭുവനാധീശനെന്നിരിക്കലും തോൾവളയോടും കൂടെ ഛേദിപ്പൻ കരങ്ങൾ ഞാൻ. കേവലമേവം നരേന്ദ്രോത്തമൻ ചൊല്ലിയിടുന്ന ഗോവുകൾ കേട്ട് ഗോവൃഷോത്തമൻ ചൊന്നാൻ. അപ്പോൾ എന്തെടോ ചൊല്ലിയിടുന്നത് ഓരോരോ ജനങ്ങളാൽ? എന്തെല്ലാം അധർമ്മങ്ങളുണ്ടിപ്പോൾ ചെയ്തിടുന്നു. സന്താപനിമിത്തങ്ങൾ എന്ത്? അവയെല്ലാം വേറെ സന്തതം ചൊല്ലിയിടുന്നതേറിയ ഗുണങ്ങളെ അകുന്തി നന്ദനന്മാർക്കുള്ള അഭിപ്രായങ്ങളെല്ലാം ചിന്തിച്ച വണ്ണം ലഭിച്ചു താൻ പിരിയാതെ ബന്ധുവായിരുന്നു ഒരു മാധവ ഭക്തന്മാർക്ക് സന്തതിയായുണ്ടായ നിന്നുടെ വചനങ്ങൾ യോഗ്യമീ വണ്ണം ചൊന്നതെത്രയും ഉചിതം, സന്മാർഗസമ്മതമിതമെന്നെല്ലാം പ്രശംസിക്കും. ഭാസ്കരാത്മജൻ വചോ മാർഗസമ്മാനം കേട്ട് കാൽക്ഷണം വിചാര്യ ഭൂപാലകൻ ചൊല്ലിയിടിനാൻ. ഞാനഹോ ഭവാന്മാരെ അറിഞ്ഞേൻ ദുഃഖത്തിനും മാനസേ നിമിത്തമെന്തെന്നതും
ഇവനേകൻ പാദജൻ ദോഷത്തിനു വന്നെടുത്തവനെയും ഖേദങ്ങൾ ഒഴിച്ചിനി രക്ഷിപ്പൻ എന്നീ വണ്ണം വാളെടുത്തടുത്തത് കണ്ട് അതിഭീത്യാ വീണ് ചീളന്ന് നമസ്കരിച്ചിടിനാൻ ശൂദ്രൻ താനും. അഞ്ജലി ഹസ്തത്തോടെ നിന്നത് കണ്ട് പുനരഞ്ജസ നരവരൻ മന്ദഹാസാനന്തരം ചൊല്ലിനാൻ. ധനഞ്ജയൻ തന്നുടെ യശസ് കൊണ്ട് എല്ലാ ലോകവും പരിപാലിക്കും മമാധീനെ. നീയൊരു വിരോധിയ ഉണ്ടാകയാൽ ഉപദ്രവമായി തീർന്നു ശരണം പ്രാപിക്കയാൽ കൊല്ലുന്നീല. പോകണം മമ വിഷയത്തിങ്കിൽ നിന്ന് പുറത്താകണമെന്നിങ്ങനെ കേട്ടൊരു ശൂദ്രൻ താനും ശോകം പൂണ്ട് ഉര ചെയ്താൻ. സാർവഭൗമനാം ഭവാൻ ആകെ ഇങ്ങടക്കി വാണിയിടുന്നു ഭൂമണ്ഡലം. പോയാലില്ലൊരേടത്തും വസിപ്പാൻ എനിക്ക് നിർമായമായി മമസ്ഥാനം കൽപ്പിക്ക ദയാനിധേ. ഇത്തരമർത്ഥിച്ചൊരു കലിതൻ നിവാസത്തിന് ഉത്തമദ്രുപൻ കൽപ്പിച്ചിടിനാൻ തൽസ്ഥാനങ്ങൾ. സന്തതം ചൂതുപൊരുന്നേടത്തും സുരാപാനമന്തമെന്നിയെ ചെയ്തിടുന്നവെങ്കിലും പിന്നെ പന്തൊക്കും മുലമാർ പൂത്തുള്ളവരിലും രുക്മപംക്തികൾ തോറും സർവഹിംസാകാരങ്കലും ചെന്നുടൻ അഞ്ചിടത്തും ഇരിപ്പാൻ നിയോഗിച്ചു മന്നവൻ കലി തന്നെ മറ്റുള്ള ഇടങ്ങൾ തോറും നിന്നുടൻ ആട്ടിക്കളഞ്ഞ് അന്വഹം അഥ ധർമ്മം തന്നുടെ പാദങ്ങളെ സന്ധിപ്പിച്ച് അവനിയെ നന്നായി ആശ്വസിപ്പിച്ചു രക്ഷിച്ചു പലകാലം ചെന്നളവൊടുക്കം ശ്രീശുകനെ ഗുരുവാക്കി ബ്രഹ്മജ്ഞാനവും ഗ്രഹിച്ച് അമ്മുനീന്ദ്രനാൽ ചെമ്മേ നിർമ്മലാനന്ദം പൂണ്ട് ഭഗവൽ കഥകളും സംഗാതി ദോഷങ്ങളെ തീർത്തുടൻ കേട്ട് ഗംഗാതീരത്തിങ്കേന്ന് ദേഹത്യാഗവും ചെയ്താൻ. ശ്രീപരീക്ഷത്തിന് സർപ്പം കടിച്ചു മരിപ്പാനുണ്ടായ ബ്രാഹ്മണ ശാപം. ഇങ്ങനെ കേട്ട നേരം ശൗനകൻ സൂതൻ തന്നോടെങ്ങനെ ശുകൻ നൃപാചാര്യനായി ചമഞ്ഞതും മന്നവൻ ആത്മജ്ഞാനം അങ്ങ് ഉപദേശിച്ചതും അന്യൂന ഭക്ത്യാ ഭഗവത് കഥ കേൾപ്പിച്ചതും സന്ദേഹമൊഴിച്ചു ചൊൽകുന്നത് കേട്ട നേരം വന്ദിച്ചു ശുനകജനോട് സൂതനും ചൊന്നാൻ. മന്നവൻ അഭിമന്യുനന്ദനൻ രാജ്യം പാലിച്ചുന്നത ഭക്ത്യാ രാജധർമ്മേണ വാഴും കാലം ചെന്നിതു വയസ്സ് 66 സംവത്സരം. അന്നൊരു ദിനം നായാട്ടിനു പോയി വനം പുക്കാൻ. മധ്യാഹ്നാതപമേറ്റ് നായാടി ശ്രമിക്കുമ്പോൾ എത്രയും വരണ്ടൊരു ജിഹയോടവനേശൻ സൽക്കാരപൂർവം നമുക്കാരുപോൽ കുറഞ്ഞൊരു പുഷ്കരം തരുവന്നത് അന്വേഷിച്ചിടും നേരം കണ്ടിതങ്ങ് അടുത്തൊരു താപസാശ്രമം തത്ര കുണ്ഠതയൊഴിഞ്ഞ് അതിലുണ്ടൊരു തപോധനൻ യോഗാഭ്യാസവും ചെയ്തു വാഴുന്നു താനേ തന്നെ. വേഗമോടവൻ മുന്നിൽ ചെന്ന് ചോദിച്ചാൻ നൃപൻ, ആരുള്ളതിവിടെ ഇങ്ങ്? ആര് തൊന്നിരിക്കുന്നതാരാനും കുറഞ്ഞൊരു വാരി നൽകുവാനുണ്ടോ? കേവലം നരവരനീ വണ്ണം ചോദിച്ചത് താപസൻ സമാധിയിൽ ഉറപ്പിച്ചിരിക്കയാൽ കേട്ടതില്ല. അത് തന്നെ ധിക്കരിക്കാൽ എത്രേ കൂട്ടായ്ക്കായി വതിന്നെന്ന് അതോർത്തുടൻ നോക്കുന്നേരം മുമ്പിലങ്ങ്
അവിടെ കാണാകെ മൃതസർപ്പം വില്ലുകൊണ്ടെടുത്തുടൻ ചുമലിൽ ഇട്ടീടിനാൻ. താപസനതും ചുമന്നിരിക്കുന്നേരം പശ്ചാത്താപമാനസനായ ഭൂപതി മന്ദം മന്ദം സേനയാ സാകം നിജ രാജധാനിക്ക് നടന്നാൻ. അത് കണ്ടാൻ കൃശനെന്ന മാമുനിസുതൻ ലോകേശാജ്ഞയാ നാകം മേവിന ശമീകജനാകിയ സഖിയോട് ചൊല്ലിനാൻ. പരിഹാസാൽ താതവൃത്താന്തം കേട്ട് ശൃംഗിയും കോപാദ്വിഷ്ണുരാധനെ ശപിച്ചു നിന്നിടിനാൻ മടിയാതെ. സാധുപാലനത്തിന് മുന്നമേ വിധിച്ചൊരു മേദിനി പ്രതികുലജാതനാം നിർബാധമൻ ബോധമന്യേ മമ താതനോടി ചെയ്ത അപരാധ കാരണം ഇന്നേക്ക് 7-ാം നാൾ അഹീന്ദ്രനാം തക്ഷകൻ കടിച്ച് ഉടനെത്തുക മരണമെന്ന് അക്ഷണം ശപിച്ച് ചെന്ന് അച്ഛനെ വണങ്ങുവാൻ. കഴുത്തിൽ കിടക്കും കാഗോദര കുണപം ചെറ്റഴുക്കുപുരളാതെ എടുത്തു കളയുമ്പോൾ രമിച്ചു സമാധിസ്ഥനാകിയ ശമീകനും ചക്ഷുർഭ്യാം മിഴിച്ച് ഉടനെ നോക്കുന്നേരം നമസ്കാരവും ചെയ്തു തൊഴുതു നിവർന്ന് സംഭ്രമിച്ച് ആത്മജനെ കണ്ട് എന്തിതന്നനുക്ഷണം ചോദിച്ച പിതാവിനോടുണ്ടായ വൃത്താന്തങ്ങൾ ഖേദിച്ചങ്ങുണർത്തിച്ച വാണികൾ കേൾക്കായപ്പോൾ താപസപ്രവരനും പുത്രനോട് ഉര ചെയ്ത നീ പരമാർത്ഥഗ്രാഹിയല്ലെന്നു വന്നതിപ്പോൾ കേവലം സപ്തവ്യസനങ്ങളാൽ ഓരോ വിധം ഭൂവരന്മാർക്ക് പരിഭ്രമങ്ങളുണ്ടായി വരും. സാധുക്കൾ അവയെല്ലാം അറിഞ്ഞു പൊറുക്കുന്നു. ക്രോധിച്ച് ശപിക്കുന്നത് ആചാരം അല്ലിവണ്ണം. ഭഗവത് ഭക്തനായ നൃപനെ ശപിക്കയാൽ ഭഗവൽ പ്രസാദവും നമുക്കില്ലെന്നല്ലേ വരുന്നു. പുനരതു കൂടാതെ സന്തോഷിപ്പാൻ പരനായിക്കൊണ്ട് നമസ്കാരം എപ്പോഴും നാഥ. വിരഞ്ഞീവണ്ണം പറഞ്ഞിരുന്ന മഹാമുനി തിരഞ്ഞു ഗൗരമുഖനാക്കിയ ശിഷ്യോത്തമം വിളിച്ച് രഹസ്യമായരുളി ചെയ്തിടിനാൻ. ഇളച്ചിടരുത്, ഞാൻ പറയുന്നത് കേൾനി. തെരിക്കെന്നിപ്പോൾ തന്നെ കുരുക്ഷേത്രത്തെ പ്രാപിച്ചിരിക്കുന്ന നൃപനോട് ഈ അവസ്ഥയെല്ലാം ഭവാൻ പരക്കെ അറിയാതെ ചൊല്ലണം. നരവരൻ ധരിക്കും വണ്ണമെന്നങ്ങ് അയച്ചോരളവൻ സുരശ്രേഷ്ഠാകാരം തോറ്റിരിക്കും പുരമ്പുക്ക് നരശ്രേഷ്ഠനെ കണ്ടുണ്ടായ അവസ്ഥകളെല്ലാം ധരിപ്പിച്ചളവ് അവൻ തന്നെ താൻ സമ്മാനിച്ചങ്ങിരുത്തി നമസ്കരിച്ചൊരു പ്രീത്യർത്ഥം ചൊന്നാൻ. മുന്നമേ മരിച്ചിരിപ്പോര് ഞാൻ ജഗന്നാഥൻ തന്നെ അനുഗ്രഹത്തിനാൽ ജീവിച്ചേൻ ഇത്ര നാളും. ഇന്നിനി മതിയെന്നത് എന്നുടെ പരമാത്മാ തന്നുടെ നിയോഗത്തിൽ എന്തു സങ്കടം മുനേ. നന്നത് മരണമുണ്ട് ഇന്ന നാളിന് നിനക്കെന്നത് അമ്മഹാത്മാവിനെന്നോടിങ്ങറിയിപ്പാൻ തന്നുള്ളിൽ ഉദിച്ചതും ഈശ്വരാധീനം നമുക്കെന്നിരിക്കലും അതിനൊന്ന് ചെയ്യണം ഭവാൻ. ചെന്നുടൻ മുനിവരന്മാരോട് പരലോകത്തിനടിയന് മേലിൽ നല്ലത് വരും വണ്ണം
ഖിന്നതയൊഴിഞ്ഞ് അനുഗ്രഹിപ്പാൻ ഉണർത്തിക്കെന്ന് അന്യോനാദരം മുനിശിഷ്യനെ പറഞ്ഞുടൻ വന്ദനപൂർവം ക്ഷമാ നമസ്കാരാഭ്യർച്ചനാനന്ദ സാധനങ്ങൾ കൊണ്ട് അന്യോനാദര ഭക്തിയാ തന്നെയും പരനെയും ഒന്നായി കണ്ട് അവനീശൻ പിന്നെയും നമസ്കരിച്ച് അഞ്ജലി ഹസ്തത്തോടെ വന്ദനപൂർവം പരിചോട് അയച്ച് അനന്തരം മന്ദമെന്നിയെ മനകർണികാഗ്രാന്തർഭാഗേ തന്നുള്ളിൽ സകലാത്മാ തന്നെയും ധ്യാനിച്ചുകൊണ്ട് ഉന്നത ഭക്ത്യാ രാജ്യൈശ്വര്യാദി സമസ്തവും പുത്രങ്കൽ സമർപ്പിച്ച അന്വേഷണത്രയങ്ങളും നിത്യരാഗാദികളും ത്യക്വാപി സവിദ്രുതം വിഗ്രഹം മാത്രം പരിഗ്രഹിച്ച് സംഘങ്ങൾ തന്നുൾക്കാമ്പിലൊന്നെങ്കിലും കൂടാതെ നിരന്തരം തക്ഷകൻ വന്ന് ദംശിച്ചിടായ്വാനാകും വണ്ണം രക്ഷകൾ സിദ്ധൌഷധമന്ത്രയന്ത്രാദ്യങ്ങളാൽ തൽക്ഷണേ ചെയ്യിപ്പിച്ച് ജാംഗുലികാഢ്യന്മാരാം ഇക്ഷിതിസൂരന്മാരോടൊത്തുടൻ പിരിയാതെ തൽക്ഷണേ മൃത്യുഞ്ജയ ജപങ്ങൾ കർമ്മങ്ങളും അത്യരം ഹോമങ്ങളും കൃത്വാ ദക്ഷിണകളും വിപ്രസാദ്യാദികളും ഓരോരോ വിധം ക്രമാൽ ഉൽപ്പന്നാനന്ദചിത്തനായി തുടങ്ങിനാൻ മേന്മേൽ തക്ഷന്മാർ തമ്മെ വിളിപ്പിച്ചുകൊണ്ടനുക്ഷണം വൃക്ഷങ്ങൾ വെട്ടി കുറപ്പിച്ച് അതിലഘുതരം ഗംഗയിലേക സ്തംഭാഗ്രത്തിങ്കൽ ദുരാരോഹമംഗലപ്രാസാദവും തീർപ്പിച്ച് സമാപ്തിയാം ധർമ്മകർമാദികളും ചെയ്യിച്ച് ദാനങ്ങളും നിർമ്മലം ചെയ്ത് ശുദ്ധ്യ സർവാശീർവാദത്തോടും ചെന്നതിൻ മുകൾ മധ്യേ പുക്ക് ദർഭകൾ വിരിച്ച് ഉന്നതൻ അനശനം ദീക്ഷിച്ചങ്ങ് ഉദീജിയെ നോക്കി വാണരുളിനാൻ മോക്ഷകാമ്യാർത്ഥമെന്ന് കേൾക്കയാൽ അവനീ ദേവന്മാരും മുനീന്ദ്രരും ശീഘ്രമങ്ങുടൻ വന്ന് പാർത്ഥിവൻ തന്നെ കണ്ട് വായിക്കും ഉൾതാപം പൂണ്ട് സംഭാവിച്ചത് നേരം ഗോത്രജിൽ സുതാത്മജ നന്ദനൻ അവർകളെ നേത്രഗോചരന്മാരായി ഉദ്ധായ നമസ്കൃത്വ പാദ്യാർഘ്യാസനാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചു വന്ദിച്ച് ആസ്തയാ സൽക്കാരം ചെയ്തിരുത്തിയിരുന്നുടൻ കാർത്തികേയോപമാനം മെല്ലവേ ചൊല്ലിടിനാൻ. ആർത്തനായി ചമഞ്ഞ് ഞാനിങ്ങനെ ബലാലിപ്പോൾ നായാടി ശ്രമിച്ചങ്ങ് പോരുമ്പോൾ എന്തൊന്നില്ലാതായ സംഭ്രമം കൊണ്ട് ഭൂദേവകോപത്താലെ ശാപവും എനിക്ക് എത്തിതേഴാം നാൾ മരണം പോലാപൽ കാരണം അതും ഈശ്വരമതമല്ലോ. ഖേദമില്ലെനിക്ക് ഇതിനെ തുമേ യൂയം മമ മോദമാർന്നനുഗ്രഹിച്ചിടുകിൽ വഴി പോലെ കേവലം അല്ലെങ്കിൽ ഇന്നാരും ഗതിയേതും ആവോളം കാരുണ്യമുണ്ടാകണം എല്ലാവർക്കും. ഭൂമിപനേവം നമസ്കാരേണ ചൊല്ലിയിടുമ്പോൾ മാമുനിമാരും ദ്വിജന്മാരും എല്ലാവരും തമ്മിൽ ചൊല്ലിനാൻ ഒരുമിച്ചു ചിന്തിച്ചു നിരന്തരം. സ്വർലോകാധിപൻ മുതലായവരെല്ലാവരും കല്യമോദേന ബഹുമാനിച്ചു പോരും. നൃപനല്ലൽ വന്നകപ്പെട്ടതെല്ലാം ഈശ്വരമതം
താനറിയാതെ ചെറിയൊരപരാധം ചെയ്ത മാനവേന്ദ്രനെ ക്രോധിച്ചിങ്ങനെ ശപിക്കയാൽ ഭൂദേവോത്തമ ശാപം തടുക്കാവല്ലെങ്കിലും വേദിനീപതിയോട് ചേർന്ന് നാം പിരിയാതെ വാസം ചെയ്യണം 7 വാസരം കഴിവോളം. വാസുദേവനെ സേവിച്ചെല്ലാരും കൂടെ തന്നെ സാദരമേവം പ്രവചിച്ചവർ ഒരുമിച്ച് മാധവരാധം സംഭാവിച്ചിരുന്നിടും നേരം പ്രീതനായ അവനീശൻ താപസകുലവര പ്രാതബന്ധനം ചെയ്തു. പിന്നെയും ചൊല്ലിയിടിനാൻ, ഇക്കാണാകിയ ഭവാന്മാരിൽ വെച്ചേകൻ തെളിഞ്ഞ് ഉൾക്കാമ്പിലുടൻ പ്രസാദിക്കില്ലെന്നിപ്പോൾ തന്നെ നിശേഷ കാര്യങ്ങളും സിദ്ധങ്ങളെല്ലാവർക്കും നിശ്ചയം കില്ലില്ലേതും ഇങ്ങനെയുള്ളവരെല്ലാം ചിത്തകാരുണ്യം കലർന്ന് എന്നിൽ വാത്സല്യം വളർന്നൊത്ത അഭിയുക്തന്മാരായി ഇങ്ങനെ വസിക്കയാൽ മർത്യജന്മത്തിൻ ഫലം സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. ഉത്തമ ശ്ലോകൻ പദയുഗ്മാം ആശ്രയം വിഭൂ. നിങ്ങളിങ്ങനിക്കിനി മൃത്യുകാലത്തിങ്കൽ ഞാൻ എങ്ങനെ വേണ്ടു പുനരുന്ന് അരുൾ ചെയ്തിടണം. മംഗലകരമായ കൈവല്യം വരുത്തുവാൻ ഇങ്ങെഴുതായുള്ളതെന്തിങ്ങനെ ചോദിച്ചപ്പോൾ തങ്ങളിൽ വിചാരിച്ചു പിന്നെയും മുനീന്ദ്രന്മാർ ഇങ്ങനെ സാർവഭൗമനാകിയ നൃപവരൻ ഭഗവത് ഭക്തി തന്നിൽ മുഴുകി ചമഞ്ഞൊരു ഭഗവത് ഭക്തൻ തനിക്കുടനെ പരഗതി വരുവാൻ എഴുതായതെന്തെന്നുള്ളതെന്ന് അവരവരറിയ വേദാന്ത ശാസ്ത്രോക്തികൾ പലതിലും നല്ലതേതെന്ന് ചൊല്ലിക്കൊടുപ്പാൻ അരുതാഞ്ഞു. വല്ലാതെ വലഞ്ഞവരെല്ലാരും ഇരിക്കുമ്പോൾ ചൊല്ലഴും പൗരാണികാചാര്യനന്ദനായ കല്യാണാലയൻ കരുണാംബുധിതപോനിധി തുല്യചേതസാ സർവലോകാനുഗ്രഹാർത്ഥമായി അല്ലലന്യേ പെരുമാറിന ദിഗംബരൻ ഗർഭസ്ഥനായ അന്നേതാൻ മുക്തനായുളവായ മുഗ്ധമോഹന രമണീയ സുന്ദരരൂപൻ പുത്രനെ വിളിച്ചളവ് അച്ഛന് ചരാചരയിലൊത്തൊരുമിച്ച് ചേർന്നു നന്നായി വിളി കേൾക്കുന്നവൻ സ്വസ്ഥനായി നരേന്ദ്ര വൃത്താന്തങ്ങൾ അറിഞ്ഞുടൻ ഉത്തമ ശ്ലോക നിയോഗത്തേനാൽ അതുകാലം ശ്രീശുഖം മഹാമുനിതാൻ ആദേ മന്ദം മന്ദം ആശുശുക്ഷണി ദേവനാശകൾ മിന്നും വണ്ണം ഭൂപതി തന്നെ കാൺമാനായി അവതാരം ചെയ്താൻ. താപസന്മാരും കണ്ടു വിസ്മയിച്ചനുക്ഷണം പ്രത്യുത്ഥാനാദ്യാചാരപൂജ വന്ദനങ്ങളും കൃത്വാ തൽസഭാരംഗേ നൽകിനാർ മാന്യസ്ഥാനം. പൃഥ്വീശൻ താനും കണ്ടു വന്ദിച്ചു സസംഭ്രമമുത്ഥായ നമസ്കരിച്ചഞ്ജലി ബന്ധത്തോടും ഭക്തി വാദ്യാർഘ്യാദികൾ കൊണ്ട് പൂജിച്ചങ്ങൊരു ഭദ്രപീഠത്തിലാമാറിരുത്തി യഥോചിതം. സത്വരം നരവരേന്ദ്രോത്തമനായ ഭവാൻ ഉത്തമാസനെ വസിക്കുന്ന മുനീന്ദ്രനും സ്വച്ഛമായരുൾ ചെയ്തു മറ്റുള്ള മുനീന്ദ്രഭൂ നിർജ്ജരന്മാരാദികളെയും അച്യുതാത്മനാ തന്നെ
വിശ്വനാഥനെ പ്രാർത്ഥിച്ചിരിപ്പിൻ മുന്നേ പോലെ വിശ്വാസഭക്തിയാ മുഹൂ എന്നരുൾ ചെയ്ത നേരം സൽക്കാരം പരിഗ്രഹിച്ച് ഉൾക്കാമ്പ് തെളിഞ്ഞുടനൊക്കെ എല്ലാരും ഇരുന്നീടുന്നോരനന്തരം മുഗ്ധാസവും പൂണ്ട് മറ്റുള്ള മുനീന്ദ്രന്മാർ വിഷ്ണുരാധനെ സംഭാവിച്ച് അരുൾ ചെയ്തിടിനാർ. ഞങ്ങളോടിവിടെ ചോദിച്ച ചോദ്യത്തെ പുനരി അങ്ങിരുന്ന് അലസാതെ ശ്രീശുകൻ തന്നോടിപ്പോൾ മന്ദതയൊഴി ചോദിച്ചു കൊണ്ടാലും സർവസന്ദേഹമൊഴിഞ്ഞു കേൾക്കായി വരും എല്ലാവർക്കും സർവജ്ഞനായ മുനീന്ദ്രോത്തമൻ അരുൾ ചെയ്താൻ. സർവസമ്മതം വരുമില്ല സംശയമേതും ദിവ്യസംവാദം കലിയുഗത്തിൽ ഇനിമേലിൽ അവ്യാജം പരോപകാരത്തിനായുള്ളൂ നല്ലോ. കീർത്തിയും യുഗാന്തകാലത്തോളം നമുക്കെല്ലാം പ്രാപ്തമായി വരും. സർവലോകേഷു നിരന്തരം ചോദ്യം ചെയ്താലും ഭവാനെന്ന് എല്ലാമകം തെളിഞ്ഞ് ആസ്തയാ മുഹുർമുഹുരാജ്ഞാപിച്ചത് നേരം പാർത്ഥിവൻ താനും നമസ്കാരം ചെയ്ത ആംനായ വ്യാസാത്മജപദാന്തികെ പാർത്തു പേർത്ത് എഴുന്നുടൻ സ്വേച്ഛയാ വിനീതനായ അഞ്ജലിഹസ്തത്തോടെ വാഗ്മിയാൻ നൃപൻ മധുരാക്ഷരവാച ചൊന്നാൻ. നിന്തിരുവടി തുലവും അന്ധനാമടിയനെ സന്തതം അനുഗ്രഹിച്ചിടുവാനായിക്കൊണ്ടിപ്പോൾ ചിന്താചഞ്ചലമൊഴിഞ്ഞെഴുന്നള്ളിയ മൂലം അന്തരാ സഫലമായി വന്നതു മമ ജന്മം. നിത്യമീ വണ്ണം തന്നെ സജ്ജന സംസർഗത്തിനെത്തുമെങ്കിൽ ഇതിന്മീതേ മറ്റിഹ ലോകത്തിങ്കൽ മർത്യന്മാർക്കൊരു പുണ്യവർദ്ധന എന്തൊന്നുള്ളത് അത്യന്തം അതിനനുഗ്രഹിക്കേണമേ വിഭോ. സേവിച്ചോളവും പുണ്യക്ഷേത്രങ്ങൾ തീർത്ഥങ്ങളും ഭാവിച്ചിടുന്നു പവിത്രാകൃതി നിരന്തരം. കേവലം ദർശിക്ക മാത്രത്താലേ സാധുക്കളെ പാവനമായിടുന്നു. പാതകീയങ്ങളും പാതകീയകങ്ങളും ആകയാൽ അവമാനമിങ്ങനിക്ക് അകതാരിലേകത ഭവിക്കരുത്. ആരിലും ഒരിക്കലും ഭൂദേവാദ്യഖില്ല സാധുക്കളിൽ വിശേഷിച്ചും ആദര